നാരായണ 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 നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായം 5ഉം 6ഉം 7ഉം കൂടിയിട്ട് ബ്രഹ്മനാരദ സംവാദം. നാരദ മഹർഷി ഒരിക്കൽ ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരെയാണ് തപസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അങ്ങേക്കാൾ വലിയ ഒരാളുണ്ടോ? ആ ഈശ്വരൻ ആരാണ്? അപ്പോൾ ആ ഈശ്വരൻ്റെ കഥകളൊക്കെ ഒന്ന് പറയണേ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെക്കുറിച്ച് പറയണു, ഭാഗവതത്തെക്കുറിച്ച് പറയണു. 3 അധ്യായങ്ങളിലായിട്ട് ഭാഗവത സംഗ്രഹം ആണ്, വിസ്തരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടി പ്രകരണം തൊട്ട് ഭഗവത് ലീല വരെ കഷ്ടിച്ച് ഉദ്ധവോപദേശവും. അപ്പോൾ അങ്ങനെയുള്ള ആലീലകൃഷ്ണനെ വരെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 അധ്യായം അത് സ്ഥിരമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ ഭാഗവതം മുഴുവൻ പാരായണം ചെയ്ത ഫലമായി. അതേപോലെ ചതുശ്ലോകി ഭാഗവതവും പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രവും പിന്നെ ഗായത്രിയും ചൊല്ലിക്കഴിഞ്ഞാൽ ഭാഗവതം മുഴുവൻ പാരായണം ചെയ്തതായിട്ടുള്ള ഫലമാണ്. നമുക്കത് ഓരോ അധ്യായമായിട്ട് കേൾക്കാം. 3 അധ്യായത്തിലും എത്രയാണ് പറയേണ്ടത് ചോദിച്ചാൽ നിശ്ചയില്ല, കുറച്ച് പറയാം. എഴുതിയത് ചുരുക്കിയിട്ടാണ് എഴുതിയത്. ചെറിയ അധ്യായമാണെങ്കിലും എത്രയാണ് വിശദാക്കണമെന്ന് നിശ്ചയില്ലാത്തതുകൊണ്ട് കുറച്ച് എഴുതി കുറച്ച് പറയാം, അത്രയേ പറ്റുള്ളൂ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഓം. നാരദൻ പറയുകയാണ്, നാരദൻ സ്തുതിക്കുകയാണ് ബ്രഹ്മാവിനെ. ഓം ദേവദേവ നമസ്കാരം പിതാമഹ വൃദ്ധിപ്രദാ സൃഷ്ടികർത്താവേ വന്ദനം. ചൊല്ലി വിധിയോടായി ദേവർഷി നാരദൻ ആത്മതത്വം ചൊല്ലി ജ്ഞാനിയാക്കിയിടുവാൻ. കാണും പ്രപഞ്ചത്തിൻ രൂപമെന്തെങ്ങനെ, ആശ്രയമെന്തുണ്ട് നിർമ്മിച്ചതാരിത്. എന്തിൽ ലയിക്കും സ്ഥിതി ആരു ചെയ്വതും, 3 കാലത്തിലെ വ്യത്യാസമെങ്ങനെ. അങ്ങല്ലേ സർവം നിയന്ത്രണം ചെയ്വത്, പുത്രനാമൻ ശങ്ക തീർത്തു തരേണമേ. അങ്ങേക്കാൾ ശ്രേഷ്ഠനായ ആരുണ്ടീ പാരിതിൽ, ആരെ ഭജിക്കുന്നു രക്ഷകനാരിഹ. ബ്രഹ്മാവിനെ എല്ലാവരും പിതാമഹൻ, അജൻ എന്നൊക്കെയാണ് പറയുക. അപ്പം അതുകൊണ്ട് ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ടാണ് ദേവന്മാർക്കും ദേവനായിട്ടുള്ള ത്രിമൂർത്തികളിൽ ഒരാളാണ് ബ്രഹ്മാവ്. അപ്പോൾ സ്ഥാനമൊക്കെ ഉണ്ട്. പിന്നീട് അതൊരു ചെറിയ കാരണത്തെ കൊണ്ട് ധൃതവ്രതൻ ശതധൃതി എന്നുള്ള വ്യത്യാസങ്ങൾ, അതിൽ ആ ശതധൃതി ആയതുകൊണ്ട് അത്ര മതിയെന്ന് ഭഗവാൻ നിശ്ചയിച്ചതാവണം. അതുകൊണ്ടാണ് 5 തല എന്നുള്ളത് 4 തലയാക്കി ചുരുക്കി. പ്രവർത്തിക്കാൻ കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. സൃഷ്ടിക്കണ പോലെ അത്രയും കൂടുതൽ പ്രവൃത്തി വേറെ ഒന്നിനുമില്ല. സംഹരിക്കാൻ എളുപ്പമാണ്, സൃഷ്ടിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ടായിരിക്കണം പൂജയൊന്നും വേണ്ട, അനുഗ്രഹിക്കാനും വരാൻ അസുരന്മാർ മാത്രം ചെയ്തോട്ടെ. അതൊക്കെ വേഗം ചെല്ലുക, അനുഗ്രഹിക്കുക, പോരുക, അത്രേ വേണ്ടൂ. അപ്പം അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്കത് വിഷയമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സൃഷ്ടി സ്ഥിതി ലയാദി കാര്യങ്ങൾക്ക് വ്യത്യാസം? അങ്ങയെ നിയന്ത്രിക്കാൻ ആളുണ്ടോ എന്നതാണ് സംശയം. അതാണ്. അപ്പോൾ ബ്രഹ്മാവ് ഉത്തരം പറയണു. ഇങ്ങനെ കേട്ടപ്പോൾ സന്തുഷ്ടനായി വിധി, പുത്ര എൻ ശ്രീഹരി നമ്മുടെ രക്ഷകൻ. നിന്നുടെ ചോദ്യം ഭഗവൻ മഹിമതൻ, ചിന്തനത്തിൻ ഹേതുവാകയാൽ തുഷ്ടനായി. എന്നേക്കാൾ ശ്രേഷ്ഠൻ പരമാത്മാ ശ്രീഹരി, സൃഷ്ടിസ്ഥിതിലയ കാരണൻ മായയാൽ. തന്നതു മാത്രം ഞാൻ കാട്ടിത്തരുന്നിഹ, സൂര്യചന്ദ്രന്മാരെ പോലെയൻ വൃത്തിയം. അവിടെ വളരെയധികം വിനയപൂർവമാണ് ബ്രഹ്മാവ് ഉത്തരം പറയണത്. സൃഷ്ടി സ്ഥിതി ലയം അല്ലെങ്കിൽ സംഹാരം, പിന്നെ തിരോധാനം അനുഗ്രഹം എന്ന് 2 കൂടിയുണ്ട്. അത് ലയത്തിൽ ചേർത്തു. മറ്റെല്ലാ പുരാണങ്ങളും ഈ 2 കൂടി ചേർക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇതിലേക്ക് ചേർക്കാൻ സാധിക്കും. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം.
പിന്നെ ഞാനല്ല സൃഷ്ടിക്കുന്നത്. നമ്മൾ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതൊക്കെ കാണുന്നത് പോലെ എന്നാൽ ഇപ്രകാരത്തിൽ കാണിച്ചു തരുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതാണ്. എന്നാൽ സൃഷ്ടിയല്ലേ. അതായത് ഒരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ക്രമേണയായിട്ട് ഇങ്ങനെ മുളച്ച് വരും. അത് ബ്രഹ്മാവാണ് മുളപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അതതിൻ്റെ രീതി അങ്ങനെയാണ്. ഭഗവാനാൽ ആണ് അത് ചെയ്യുന്നത്. ആ ഭഗവത്വം ബ്രഹ്മാവിനല്ല എന്ന് സാരം. അത്രയേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ സഹായമില്ലാതെ കണ്ട് അത് കഴിയില്ല. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളതിന് വെള്ളം കൊടുക്കണു, വളം കൊടുക്കണു, മണ്ണ് ശരിയാക്കണു, കളകളൊന്നും വരാതെ കണ്ട് നോക്കണു, പ്രാണികൾ തൊടാതെ കണ്ട് നോക്കണു. ഇങ്ങനെ അനവധി കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബ്രഹ്മാവ് ഇങ്ങനെയൊക്കെ ചിലത് ചെയ്യണു. അത്രയേ ഉള്ളൂ. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പാലകന്മാർ, അഷ്ടദിക് പാലകന്മാരും അങ്ങനെയുള്ള ആ സംരക്ഷണത്തെ ചെയ്യണു. മഹാദേവനാൽ അത് ഈശാൻ എന്നുള്ള നിലയ്ക്ക് പാലകൻ തന്നെയാണ്. അഷ്ടദിക് പാലകൽ കിഴക്ക് വടക്ക് മൂല അത് ഈശാനനാണ്, ഉമയോടൊപ്പം. അപ്പോൾ ആ ഭഗവാനും പാലകൻ തന്നെയാണ്. എങ്കിലും സംഹാരകർത്താവാണ് ഇനി. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ ശേഷമേ കാര്യത്തിലേക്ക് കടക്കണമെന്നുള്ളൂ. ശ്രീഹരേ വിഷ്ണു നമസ്കരിക്കുന്നു ഞാൻ എൻ്റെ എന്നു കരുതുന്നു മായയാൽ. അങ്ങു തരുന്നതല്ലാതെ ഇഹ വേറെ എന്തുണ്ടു ലോകത്തിലാരിലും കാൺമതായി. പഞ്ചഭൂതം ദ്രവ്യം കാലവും കർമ്മവും ജീവൻ സ്വഭാവവും പഞ്ചീകരിക്കയാൽ ഉണ്ടായി പ്രപഞ്ചം ഭഗവാനാൽ നിർമ്മിച്ചതിൽ വാണു സാക്ഷിയായി സർവഥാ. ഇവിടെ ആദ്യമേ തന്നെ ഭഗവാനെ ഒന്ന് സ്തുതിച്ചു. അതിനുശേഷം ഈ പ്രപഞ്ചത്തിൻ്റെ പഞ്ചീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പഞ്ചീകരണം സാധാരണഗതിയിൽ ദ്രവ്യം കൊണ്ടാണ്. ദ്രവ്യം എന്നത് പൃഥിവ്യ തേജോ വായു ആകാശ ശബ്ദസ്പർശ രൂപരസഗന്ധ 5 മഹാഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും. അത് ദ്രവ്യം തമോ ഗുണാണ്, ദ്രവ്യശക്തി. അത് ഉൾപ്പെടെ ദ്രവ്യം കാലം കർമ്മം സ്വഭാവം ജീവൻ, ഇങ്ങനെ 5 കൊണ്ടാണ് ഈ സൃഷ്ടി നടക്കുന്നത്. അതിന് ചേരുവകളായിട്ട് ലിംഗം, കോശം, കാരണം, സ്ഥാനം, പ്രാരബ്ധം, ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. അതൊക്കെ അതിൽ ചേർന്നാലേ സൃഷ്ടി പൂർത്തിയാവുള്ളൂ. കാലം എന്നുള്ളത് ഭൂതം വർത്തമാനം ഭാവി, കർമ്മം എന്നുള്ളത് മനസാ വചസാ കർമ്മണ, സ്വഭാവം എന്നുള്ളത് ഈ ജീവൻ്റെ സ്വത്വം, അത് കാമബാക്കിയായിട്ട് കർമ്മബാക്കിയായിട്ട് വാസന, കർമ്മവാസന കാമവാസന എന്നൊക്കെ പറയില്ലേ. ലിംഗം എന്നുള്ളത് രൂപത്തെയാണ്, ദേവ മാനവ ആസുര തിര്യക്ക് സസ്യം പ്രാണിവർഗങ്ങൾ, ഇങ്ങനെയാണ്. കോശം എന്നുള്ളത് അന്നമയം പ്രാണമയം മനോമയം ജ്ഞാനമയം അല്ലെങ്കിൽ വിജ്ഞാനമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ 5 കോശങ്ങളാണ്. എല്ലാറ്റിനും കാരണക്കാരനായിട്ടുള്ള ഹരി ആണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഈ ജീവജാലങ്ങൾ വസിക്കുന്നത് സ്വർഗം ഭൂമി പാതാളം എന്ന് 3 ആയിട്ടും അതല്ലെങ്കിൽ 14 ലോകമായിട്ടും. അതേപോലെ പ്രാരബ്ധം എന്നത് സഞ്ചിതം വർത്തമാനം പ്രാരബ്ധം, ഇങ്ങനെ ആണ്. ഭൂമി, അന്തരീക്ഷം, സ്വർഗം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. അതേപോലെ താഴേക്കാണെങ്കിൽ അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇങ്ങനെ 7 14 ലോകങ്ങൾ ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ഈ പഞ്ചീകരണം നടന്ന ജീവൻ ഇവിടെ വരുന്നു, നിലനിൽക്കണു, പിന്നെ ലയിച്ചു പോണു. എപ്പോഴാണ് മുക്തിക്ക് അർഹത കിട്ടുന്നത് അപ്പോൾ മുക്തിയും കിട്ടണം. ഇങ്ങനെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാൻ, കാരണക്കാരനായിട്ടുള്ള ഭഗവാനാണ്. നാരങ്ങൾക്കാശ്രയം നാരായണ അനിഹ, നാരായണൻ തന്നു 4 വേദങ്ങളും, ഈ 7 ലോകം ഹരി തന്നവയവം, യോഗാദി കർമ്മം ഹരിയിലെത്തിയിടുവാൻ. ഇപ്പോൾ ഇവിടെ ഋക്ക്, യജുസ്, സാമം, അഥർവം 4 വേദങ്ങൾ ഭഗവാൻ തന്നതാണ്. അതിൽ നിന്നുള്ള ഈ അറിവുകൾ മുഴുവൻ, പുരാണമായാലും ശരി ശാസ്ത്രമായാലും ശരി
ഉപനിഷത്തായാലും ശരിയൊക്കെ. ഇത് മുഴുവൻ തന്നത് ഭഗവാനാണ്. ഭഗവാങ്കൽ എത്തുവാൻ വേണ്ടിയിട്ട് ഈ വേദത്തിൽ പറഞ്ഞ പ്രവൃത്തികളെ കർമ്മമാർഗമായിട്ടും ജ്ഞാനമാർഗമായിട്ടും ഭക്തിമാർഗമായിട്ടും ചെയ്യുക. അഷ്ടാംഗയോഗം, സാഖ്യയോഗം എന്നൊക്കെ പറഞ്ഞ് ധാരാളം മാർഗങ്ങളുണ്ട്. അതൊക്കെ ഭഗവാങ്കൽ എത്താൻ വേണ്ടിയിട്ടാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഈ യമനിയമാദികളെ പാലിക്കുകയാണ്. വർണ്ണാശ്രമ കർമ്മം സ്വന്തധർമ്മം ചെയ്ത് വിദ്യ നേടി തപസ് ചെയ്യണം ഭക്തനായി. നാരായണ പ്രീതി നേടണം യോഗിയായി. യജ്ഞനായി ഏകണം യാഗത്തിന് സദ്ഫലം. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവത് പ്രീത്യർത്ഥം ഈ അഷ്ടാംഗ യോഗാദികൾ ചെയ്യാം. ഇതിൽ അഷ്ടാംഗ യോഗത്തിൽ ആദ്യത്തെ യമനിയമങ്ങൾ 10 10 20 ഉണ്ട്, അല്ലെങ്കിൽ 12 12 24 അല്ലെങ്കിൽ 76 നന്മകളുണ്ട്. ആ നന്മകൾ ചെയ്തതിൻ്റെ ശേഷമേ ബാക്കിയുള്ള യോഗങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. സ്നേഹവിനയ ശുശ്രൂഷാഭാവത്തോടു കൂടിയിട്ട് മുമുക്ഷുവായിട്ട് ചെയ്താലാണ് ഈ ഭക്തന് കർമ്മയോഗം പോലും വേണ്ട രീതിയിൽ ഫലിക്കുള്ളൂ. അതാണ് യമനിയമങ്ങൾ. ധാർമ്മികമായിട്ട് കർമ്മങ്ങൾ ചെയ്യണം. ശരീരവും മനസ്സും ശുദ്ധമാക്കിക്കൊണ്ട് തപസ് പോലെ വേണം ചെയ്യാനായിട്ട്. അത് സത്യസന്ധമായിട്ട് തന്നെ ചെയ്യണം. എല്ലാ ജീവികളിലും ഭഗവാനുണ്ട്, എല്ലാവരിലും സർവരിലും സർവഭൂതഹിതേരതാഹ. അതാണ് ദയ. അപ്പോൾ തപസ്, ശുദ്ധി, ദയ, സത്യം, ഈ 4 പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് വേണം സകലവിധ കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോഴാണ് 72 എത്തുക. 72 76 അങ്ങനെയൊക്കെ ആയിരിക്കും എത്തുക. മുഴുവൻ ഭഗവാനെ സമർപ്പിക്കുക, കർമ്മവും കർമ്മഫലവും. അതെങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. ബ്രഹ്മാവ് പറയണു, എന്നുടെ കർമ്മം ഹരിയുടെ ആജ്ഞയാൽ ചെയ്യപ്പെടുന്നു. ഹരിയുടെ ഇംഗിതം മായതൻ സത്വരജസ്തമമുഗുണം ചേർത്ത് 24 തത്വങ്ങളാൽ പഞ്ചഭൂതം ജ്ഞാന കർമ്മങ്ങളും പഞ്ചതന്മാത്രകൾ അന്ധകരണവും കൊണ്ട് സൃഷ്ടിച്ച ശരീരങ്ങളിൽ സാക്ഷിയാണെങ്കിലും ബന്ധമില്ലാതെ നിൽക്കയാം. പഞ്ചഭൂതം ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രയും അന്ധകരണവും കൊണ്ടു സൃഷ്ടിച്ച ശരീരങ്ങളിൽ സാക്ഷി ആണെങ്കിലും ബന്ധമില്ലാതെ നിൽക്കയാം. അപ്പോൾ ഈ 24 തത്വങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതി, മഹത്ത്, അഹം, അതേപോലെ മനസ്സ്, പിന്നെ 10 ഇന്ദ്രിയങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ, അതിൻ്റെ തന്മാത്രകൾ. മനസ്സിനെ 4ആയിട്ട് മനോബുദ്ധി, അഹങ്കാര, ചിത്തം, ഇങ്ങനെയാണ് 24 തത്വങ്ങൾ. അതുകൊണ്ട് പരസ്പരം ബന്ധിച്ചുകൊണ്ട് ഈ സമൂഹമായിക്കൊണ്ടാണ് ഒരു ദേഹത്തെ ജീവനുമായിട്ട് ബന്ധപ്പെടുത്തിയത്. അതാണ് പഞ്ചീകരണം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 8ഉം 2ഉം 10 5 + 3 + 2 ആണ് നമ്മൾ കാലകർമ്മ സ്വഭാവ ജീവൻ ലിംഗം, കോശം, കാരണം, സ്ഥാനം, പ്രാരബ്ധം എന്ന് 10 പറഞ്ഞത്. ഈ 10 ചേരുവകളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായിട്ടുള്ള സകലതും. സത്തും അസത്തും, ചേതനവും അചേതനവും, കല്ലായാലും അർത്ഥം. അതിൽ എല്ലാം ഒരേപോലെ തന്നെയാണ്. ചലിക്കുന്നതെന്നോ ചലിക്കാത്തതെന്നോ ഒരു വ്യത്യാസമില്ല. മുഴുവൻ അതിൽ പെട്ടതാ. ഇതിനൊക്കെ സാക്ഷിയായിട്ട് 18 സാക്ഷികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഞ്ചഭൂതങ്ങൾ സാക്ഷിയാണ്, സൂര്യചന്ദ്രന്മാർ സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്, സന്ധ്യകൾ സാക്ഷിയാണ്, ഇപ്പോൾ 4 ദിക്കുകൾ സാക്ഷിയാണ്, ധർമ്മദേവൻ സാക്ഷിയാണ്. അപ്പോൾ ഇങ്ങനെ ഭൂമി, അന്തരീക്ഷം, ഇത് മുഴുവൻ സാക്ഷിയായതുകൊണ്ട് നാം ചെയ്യുന്നത് മുഴുവൻ ഭഗവാൻ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് മുക്തിക്കുള്ള അർഹതയുണ്ടോ എന്ന് ഭഗവാൻ അറിയുന്നത് എന്ന് സാരം. ഇപ്പോൾ ബ്രഹ്മാവ് പറയാണ്, കാലവും കർമ്മം സ്വഭാവം ഈ ശക്തികൾ ചേർക്കുന്നു മായയാൽ സൃഷ്ടിയാദി ചെയ്യുവാൻ. കാലത്താൽ മുഗുണക്ഷോഭം ഭവിച്ചിടും കർമ്മം മഹത്തത്വമായി മാറ്റും ഹരി. അപ്പോൾ പ്രകൃതി ഈ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രകൃതി വരിക. ആ പ്രകൃതിയിൽ ഭഗവാന്റേതായിട്ടുള്ള ഈ ചൈതന്യത്തെ ചേർക്കുമ്പോൾ ഭഗവാൻ അതിൽ മുഗുണത്തോട് കൂടിയിട്ട് ഒന്ന് വിക്ഷേപണം ചെയ്യാണ്, ഒന്ന് ഒരു വിജൃംഭണം, ഒന്ന് ക്ഷോഭിപ്പിക്കും. ഈ ക്ഷോഭമാണ് സൃഷ്ടിയായിട്ട് കാരണം. ഇപ്പോൾ നമ്മൾ കൂൺ, ഇടിമിന്നലുണ്ടാകുമ്പോൾ കൂൺ പൊട്ടി മുളയ്ക്കണം.
അതേപോലെ ഈ തപിപ്പിക്കുമ്പോഴാണ് ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം, അവിടെ താപനം, ഈ ചൂടാണ് സൃഷ്ടി നടക്കുന്നത്. അങ്ങനെ ഓരോന്നിനും ഭൂമിയുടെ വിയർപ്പ് അത് ചൂടാകുമ്പോഴാണ് ഈ പാറ്റകളൊക്കെ പൊന്തുക, മറ്റേ പേന്, ചെതൽ, ഇതൊക്കെ അങ്ങനെയൊക്കെ പൊന്തുക. അപ്പോൾ എല്ലാം ഈ ഒരു തപിപ്പിക്കലാണ്, അത് ക്ഷോഭമാണ്. ഈ ക്ഷോഭമില്ലാച്ച ഒന്നും നടക്കില്ല. അതിലേക്ക് ഭഗവാന്റെ ഈ മഹത്തത്വം, ജീവനാണത്, മായ, മായയിൽപ്പെട്ട ഒരു അംശമാണ് മഹത്തത്വം, അല്ലെങ്കിൽ മായ തന്നെയാണ്, ദുർഗ തന്നെയാണെന്നർത്ഥം. അത് ചേർക്കുമ്പോഴാണ് ഈ സൃഷ്ടി അതിൻ്റെ സ്വഭാവത്തോട് കൂടിയിട്ട് ഓരോരുത്തരും വരുന്നത്. ഇവിടെ ഉണ്ടാവുക, നിലനിൽക്കുക, മാറുക, വളരുക, ക്ഷയിക്കുക, നശിക്കുക, ഈ 6 ഭാവം. അത് ഗർഭാവസ്ഥയിലുള്ളപ്പോൾ നമ്മളെ പോലുള്ളവർക്കൊക്കെ ഗർഭാവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ മറ്റേ പക്ഷി പാമ്പൊക്കെയാണെന്ന് വെച്ചാൽ ആ കുറച്ച് കാലം ശരീരത്തിൻ്റെ ഉള്ളിൽ മുട്ടയായിട്ടോ അങ്ങനെ വേണ്ടല്ലോ. ഇതൊക്കെ അതിൻ്റെ ഈ 6 + 3 9 ഭാവം വരും. അത് അത്രയും കാലം ഈ ശരീരം പലതും മാറിക്കൊണ്ട് ഇരിക്കുന്നർത്ഥം. ഇതൊക്കെ ജീവൻ അതിൽ കിടക്കുക, സംസരിക്കുക, ശരീരം മാറിക്കൊണ്ട് ജനിക്കുക, മരിക്കുക, അതാണ് സംസാരം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അനുഭവിക്കുക, അതാണ് സംസാരം. അപ്പോൾ പറയണു, മാറ്റം സ്വഭാവം കൊണ്ടെന്നും ഭവിച്ചിടും ദ്രവ്യം തമോ ഗുണം തന്മാത്രയും തഥാ ഇന്ദ്രിയമുണ്ടായി രജോ ഗുണമുഖ്യമായി ദേവത മാനസം സാത്വിക മാത്രവും. ഇതെല്ലാം മുഗുണപരമായിട്ടാണ്. ഇന്ദ്രിയങ്ങൾ രജോ ഗുണമാണ്, അതിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള അധിഷ്ഠാന ദേവതകൾ മനസ്സ്, ഇത് സാത്വിക ഗുണമാണ്. ഇതുണ്ടാക്കിയതായിട്ടുള്ള ഈ പിണ്ട ശരീരം, അത് ദ്രവ്യം, അത് തമോ ഗുണമാണ്. ഇപ്പോൾ സത്വരജ സമോ ഗുണങ്ങളെ കൊണ്ടാണ് ഇത് മുഴുവൻ നിലനിൽക്കുന്നത്. ഇനി ഇതിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ദ്രവ്യശക്തി, ഇതൊക്കെ മുഗുണപരമായിട്ടാണ് വരണത്. മുഴുവൻ ശബ്ദബ്രഹ്മമായിട്ടുള്ള ഓങ്കാരത്തിൽ നിന്നാണ് വരുന്നത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം. ബ്രഹ്മാവ് പറയണു, ദ്രവ്യശക്തി തമസ്, സാത്വികം ജ്ഞാനവും രാജസം കൊണ്ട് ക്രിയാശക്തി സൃഷ്ടിയും ആദ്യമായി ഉണ്ടായി ഓങ്കാരബ്രഹ്മവും ശബ്ദഗുണകമായി ആകാശഭൂതവും. ഇതിൻ്റെ ക്രമം പറയാണ്. സ്പർശത്തോടൊത്തുള്ള വായുവുമുണ്ടായി ഇന്ദ്രിയം, ധാരണ, ദേഹ, മനോബലം, പ്രാണബലം, ധൈര്യം, ഓജസ്സും ശക്തിയും വായുവാലേകി ശരീരികൾക്ക് ഹരി. ഈ പ്രാണബലം എന്നുള്ളത് വായു, നമ്മൾ ഓക്സിജൻ ശ്വസിക്കണ്ടല്ലോ, ഓക്സിജൻ കിട്ടിയില്ല വെച്ചാൽ ഓക്സിജൻ്റെ ഷോർട്ടേജ് കൊണ്ട് നമ്മൾ മരിക്കും. ഈ പ്രാണബലം, ഈ ശരീരബലം കിട്ടുന്നത് ഈ വായുവാണ്. അത് സ്പർശവുമായിട്ട് ബന്ധപ്പെട്ടു. ശബ്ദം ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. അഗ്നി രൂപവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. ജലം രസവുമായിട്ട്, ഭൂമി ഗന്ധവുമായിട്ട്. ഭൂമിയിൽ മാത്രം 5 എണ്ണമുണ്ട്, 5 ഗുണങ്ങളുമുണ്ട്. ജലത്തിൽ 4, അഗ്നിയിൽ 3, വായുവിൽ 2, ആകാശത്തിൽ 1. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു നിയമം. അത് ഓരോന്നിൻ്റെയും പകുതി എടുത്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഭഗവാന്റെ തേജസ്, ഭഗവാന്റെ ഈ സൃഷ്ടി വേണമെന്നുള്ള ഇച്ഛ ചേർക്കുമ്പോഴാണ് സൃഷ്ടി നടക്കുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അധിഷ്ഠാന ദേവതകൾ ഈ പഞ്ചഭൂതങ്ങളും ഇതെല്ലാം കൂടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ, 24 തത്വങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് കൂടിച്ചേരുന്നില്ല. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. വേണ്ടത് വേണ്ടത്ര, വേണ്ടപ്പോൾ ചേർത്താലേ അത് ഈ സൃഷ്ടി നടക്കുകയുള്ളൂ. നമുക്ക് വിളക്കും എണ്ണയും തിരിയും തീയും 4 അത് വേണ്ടെങ്കിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രകാശിച്ച് നിൽക്കും. ഒന്നിച്ച് ഇങ്ങനെ തിരിയിലേക്ക് ഒന്നിച്ചാണ്ട് മറ്റേ തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നാളത്തിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചാൽ ആ തിരിയാണ്ട് കെടും. അതേപോലെ തിരി വളരെ കൂടുതലാണെന്ന് കൂട്ടുക, അപ്പോൾ ഒന്നിച്ച് ആളിയാണ്ട് കത്തും. അത് അതിൻ്റെ ഒരു നിലനിൽപ്പ് ശരിയാവില്ല. തിരിയായാലും എണ്ണയായാലും തീയായാലും അത് വേണ്ട രീതിയിൽ യോജിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഈ ചൈതന്യം അത് വേണ്ട രീതിയിൽ ഇതിൽ
കൊടുക്കണേ, ഞങ്ങൾ കൂട്ടിയാൽ പറ്റില്ല എന്ന് ആ സ്തുതിയിൽ പറയുന്നുണ്ട്. സ്പർശത്തോടൊത്തുള്ള വായുവുമുണ്ടായി ഇന്ദ്രിയം ധാരണ ദേഹ മനോബലം പ്രാണബലം ധൈര്യം ഓജസ്സും ശക്തിയും വായുവാലേകി ശരീരികൾക്കു ഹരി. അഗ്നിയുണ്ടായി അതിൻ രൂപവും പിന്നീട് ഉണ്ടായി ജലം രസ തന്മാത്രയും തഥാ ഗന്ധവും ഭൂമിയും ഉണ്ടായി ഭൂമിയിൽ പഞ്ചവിഷയവും ചേർപ്പിച്ചു മായയാൽ ആകാശഭൂതത്തിൽ ശബ്ദതന്മാത്രയും ശബ്ദവും സ്പർശവും വായുവിൽ ചേർത്തതും ശബ്ദരൂപം സ്പർശം അഗ്നിയിൽ കണ്ടിടും കൂടെ രസം കൂടി നാലും ജലത്തിലും ഉണ്ടായി അധിഷ്ഠാന ദേവത സാത്വികം ബുദ്ധിയാൽ ജ്ഞാനേന്ദ്രിയത്തിനും പ്രവൃത്തിയും പ്രാണനാൽ കർമ്മേന്ദ്രിയത്തിനും പ്രവൃത്തിയും ചെയ്യിച്ചു സർവം നിയന്ത്രിച്ചു ഈശ്വരൻ. സൃഷ്ടിപ്രകരണം 3 സ്ഥലങ്ങളിലായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഒന്നിപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ സ്കന്ധത്തിൽ ഇങ്ങനെ പറയണു, പിന്നീട് ബ്രഹ്മോപദേശത്തിൽ ഒരു ലേശം പറയണു, അതേപോലെ ഈ 3-ാമത്തെ സ്കന്ധത്തിൽ കാപിലത്തിൽ കുറച്ച് പറയുന്നുണ്ട്, പിന്നെ മൈത്രേയൻ പറയുന്ന ആ രംഗത്തിൽ വിതുരനോട് പറയുമ്പോഴും ലേശം പറയുന്നുണ്ട്. അപ്പോൾ 3ഉം കൂടി യോജിപ്പിച്ചാൽ എന്നാലും മുഴുവനാവില്ല, സൃഷ്ടിപ്രകരണം മുഴുവനായിട്ട് പറയുക എന്നുള്ള അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവിടെ ഇത് എല്ലാവരും കൂടി ഉണ്ടായിട്ടും അധിഷ്ഠാന അത് ദേവതകൾക്ക് കൂട്ടി യോജിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്തുതിയൊക്കെ ഗംഭീരമായിട്ടാണ് അവിടെ. ഉണ്ടായി അധിഷ്ഠാന ദേവത സാത്വികം ബുദ്ധിയാൽ ജ്ഞാനേന്ദ്രിയത്താൽ പ്രവൃത്തിയും പ്രാണനാൽ കർമ്മേന്ദ്രിയത്തിനും പ്രവൃത്തിയും ചെയ്യിച്ചു സർവം നിയന്ത്രിച്ചു ഈശ്വരൻ. തത്വങ്ങൾ മുഗുണം ചേർത്തു സൃഷ്ടിക്കവേ തമ്മിൽ കലരാതെ മാറി നിന്നു തഥാ അപ്പോൾ ഭഗവാൻ അതിൽ ചേർത്തു ശക്തിയെ ഉണ്ടാക്കി സ്ഥൂല സൂക്ഷ്മം ദേഹം ജീവന്. ഇപ്പോൾ സ്തുതി കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ അതിൽ ഈ ചേരുവകൾ ചേർത്തത്. സൃഷ്ടിയിൽ പ്രത്യേകം കൂടി സമഷ്ടിയും ഒന്നിച്ചു ബ്രഹ്മാണ്ഡമായി സ്വരൂപിയായി കാരണ വെള്ളത്തിൽ 1000 കൊല്ലവും പൊങ്ങിക്കിടന്നു അതിൽ കയറി ശ്രീഹരി. അപ്പോൾ ഈ അണ്ടമുണ്ടായത് 1000 കൊല്ലം കാരണജലം ഉണ്ടാക്കി ഭഗവാൻ തന്നെ ഉണ്ടാക്കിയത്. അതിൽ 1000 കൊല്ലം കിടന്നു എന്നാണ്. അതിൽ ചൈതന്യം പൂർണ്ണമായിട്ട് വന്നപ്പോഴാണ് പിന്നെ അത് അനന്തപത്മനാഭനായിക്കൊണ്ട് പുറത്തു വന്നത്. അതിന് ശേഷമാണ് ബ്രഹ്മാവ് ഭഗവാന്റെ ആ നാഭിയിൽ താമര ഉണ്ടായതും താമരയിൽ ബ്രഹ്മാവ് ഉണ്ടായതും ബ്രഹ്മാവ് പിന്നെ സൃഷ്ടിച്ചതും. ഇപ്പോൾ ബ്രഹ്മം എന്ന അവസ്ഥയിലാണ് ഈ നാരായണൻ, അനന്തപത്മനാഭനായിട്ടുള്ള ഈ നാരായണൻ, അത് ഉണ്ടായതാണ്. ഇങ്ങനെ ചേതന ചേർത്തു സഹസ്രാക്ഷനായി തല കൈകാൽ സഹസ്രം പരം പുമാൻ സൃഷ്ടിയിൽ നാരായണ നാഭിപത്മത്തിൽ അന്നു ഞാൻ ഉണ്ടായി വിരാട്ടായി കണ്ടു വിരിഞ്ചനായി. ആ സമയത്ത് വിരാട് രൂപത്തിലായി ഭഗവാൻ എന്നാണ്. 9 കാര്യങ്ങൾ ചേർത്തിട്ടാണ് വിരാട്ടായത്. അതിൽ ആദ്യം ചേർത്തത് മായയാണ്. മായ, മഹത്തത്വം, അഹന്തത്വം, അതേപോലെ 5 തന്മാത്രയും സൂത്രാത്മാ എന്ന ഭഗവാന്റെ ചൈതന്യവും. മായ, മഹത്ത്, അഹം, 5 തന്മാത്ര, സൂത്രാത്മാ. ഇങ്ങനെ ഭഗവാൻ ഇത് കോർത്തിണക്കുകയാണ്. അത് ഇണങ്ങിയിട്ടില്ല വെച്ചാൽ ഈ സൃഷ്ടി നടക്കില്ല. അങ്ങനെ ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തെ കൽപ്പിച്ചു. അത് എന്നാൽ വീണ്ടും, അതുകൊണ്ടാണ് ഞാനല്ല അത് ഉണ്ടാക്കിയത്, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കാണുന്ന പോലെയേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത് ഭഗവാനാണ് ഈ 9 തത്വങ്ങളെ കൊണ്ട് ചെയ്തത്. ഇത് നാരായണനാഭി പത്മത്തിൽ അന്ന് ഞാൻ ഉണ്ടായി വിരാട്ടായി കണ്ടു വിരിഞ്ചനായി. ഇപ്പം ഞാൻ ഈ കണ്ടത് വിരാട് സ്വരൂപിയായിട്ടുള്ള അനന്തപത്മനാഭനെയാണ്, നാരായണനെയാണ് ഞാൻ കണ്ടത്. ആ നാരായണനിൽ ഇത്രയും ഞാൻ കണ്ടു. 1000 കൊല്ലം തപസ് ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്കത് കാണാൻ സാധിച്ചത്. ഇനി തൃതീയ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വൈകുണ്ഠലോകം കാണിച്ചു തന്നു, ഭഗവാനെ കാണിച്ചു തന്നു. അപ്പോൾ ഇത് മുഴുവൻ കാണിച്ചു തന്നു. എന്നിട്ടാണ് ഞാൻ സൃഷ്ടിക്ക് കഴിവും വസ്തുക്കളുമൊക്കെ സ്വീകരിച്ചത്, അനുഗ്രഹവും മേടിച്ചത്. എന്നിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഭഗവാൻ ഇരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവ് ഇരിക്കുന്നതായിട്ടുള്ള താമര, അത് 3 ലോകമായിട്ട് കൽപ്പിച്ചു, 14 ലോകങ്ങളായിട്ടുണ്ടാക്കി. അത് 12 അവയവങ്ങളിലൂടെ വിന്യാസം ചെയ്തു. ഭാഗവതം അങ്ങനെ തന്നെയാണ്, 12 അവയവമായിട്ടാണ്. 12 സ്കന്ധമാണ് 14 ലോകങ്ങളിലായിട്ട് നിയമിച്ചത്.
ഈ 12 അവയവം എന്നുള്ളത് ഉള്ളംകാല് അല്ലെങ്കിൽ തള്ളവിരൽ, ഭഗവാന്റെ തൃപ്പാദം, അടിഭാഗം എന്നർത്ഥം. പിന്നെ ഞെരിയാണി, പ്രപദം, പിന്നെ കണങ്കാല്, കാൽമുട്ട്, പിന്നെ മൂലദേശം, ലിംഗദേശം, പിന്നെ നാഭി, ഹൃദയം, തൊണ്ട, അണ്ണാക്ക്, മൂക്ക്, ഭ്രൂമധ്യം, മൂർധാവ്. ഇങ്ങനെ 12 അവയവങ്ങളാണ്. ഈ 12 അവയവങ്ങളിൽ 12 സ്കന്ധങ്ങളെ 14 ലോകങ്ങളിലൂടെ ഭഗവാൻ ഈ ഭാഗവതത്തിലേക്ക് ചേർത്തു. വ്യാസനാണ് ഇതൊക്കെ വിന്യാസം ചെയ്തത്. വ്യാസൻ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് സമാധി ഭാഷയിൽ ഇങ്ങനെയൊക്കെ എഴുതാൻ കാരണം. വളരെ വിസ്തരിച്ച് എന്നാൽ ചുരുക്കിയിട്ട്, അതേപോലെ അതിൻ്റെ ഘടന പ്രത്യേകമാണ്. ഇത്രയും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഒരു ഗ്രന്ഥം വേറെ ഉണ്ടായിട്ടില്ല. ഫ്ലാഷ് ബാക്കോട് കൂടിയിട്ടാണല്ലോ ചില കഥകൾ പറയാം. ഭാഗവതം ഫ്ലാഷ് ബാക്കോട് കൂടിയിട്ടാണ്. ആദ്യം ആ കാര്യം എന്താ വെച്ചാൽ അത് പറയും. അതിനുശേഷം അതിൻ്റെ ഒരു വിസ്താരം, ചെറുതായിട്ടൊരു വിസ്താരം. അതാണ് ഇപ്പോൾ ഈ 5, 6, 7, ദ്വിതീയത്തിലെ 5, 6, 7. ആദ്യം പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ് ഈ ഒരു ചുരുക്കം. രണ്ടാമത്തെ ഈ ദ്വിതീയ സ്കന്ധത്തിലെ 5, 6, 7 ആയിട്ടാണ് വിസ്താരം. ഇനി അതിനുശേഷം വിസ്തരിച്ച് ഭാഗവതം പറയുകയാണ്. അതിൽ തന്നെ കൃഷ്ണലീലയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തൃതീയത്തിൽ 2, 3, 4 അധ്യായങ്ങളിലായിട്ട് കൃഷ്ണലീല പറഞ്ഞു. എന്നിട്ടാണ് ഭാഗവതം പറയാൻ തുടങ്ങിയുള്ളൂ. എന്നിട്ട് മൈത്രേയനെയും വിതുരനെയും കൂടിയിട്ട് ഹരിദ്വാറിൽ വെച്ച് സംഗമിപ്പിച്ചുള്ളൂ ഭാഗവതം. അത്ര ബൃഹത്താണ്, അത്ര സൂക്ഷ്മമാണ്. ഭാഗവതത്തിൻ്റെ രചന എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രത്യേകതയുണ്ട്. അതിന് 10 ലക്ഷണത്തോടു കൂടിയിട്ട് അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം മോദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. 10 ലക്ഷണം പൂർണ്ണമായിട്ടുള്ളത് ഭാഗവത ഗ്രന്ഥത്തിന് മാത്രമാണ്, വേറെ ഒരു ഗ്രന്ഥത്തിനുമില്ല. അതിൽ വേദസാരമുണ്ട്, ഉപനിഷത്സാരമുണ്ട്, എല്ലാ പുരാണങ്ങളുടെയും സാരമുണ്ട്, ശാസ്ത്രസാരമുണ്ട്. ഈ 19 തരത്തിൽപ്പെട്ടതായിട്ടുള്ള അറിവുകളുടെ മുഴുവൻ സാരം ഈ കഥകളിൽ നിന്ന് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കിട്ടും. അത്ര ബൃഹത്താണ്. അതുകൊണ്ട് ഇതിനെ എത്രത്തോളം സ്വാംശീകരിക്കാൻ സാധിക്കുമോ അത്രത്തോളം സ്വാംശീകരിക്കുക. നാം ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ, മന്ത്രം തൊട്ടുള്ള പലതും ഇതിൽ നിന്നല്ലാതെ കണ്ട് പുറമേ നിന്നൊന്നുമില്ല. ഭാരതം 1000 തത്വങ്ങളിലൂടെയാണ്, ഈ 1000 കഥകളിലൂടെ ആ തത്വങ്ങളെ പറഞ്ഞു തന്നത് എങ്കിൽ അവിടെ പറയുമ്പോൾ നെഗറ്റീവ്സ് ലേശധികം പറഞ്ഞു പോയി. പിന്നെ ആ കഥയുടെ ആഖ്യാനത്തിൻ്റെ പ്രത്യേകത, ഈ കുരുപാണ്ഡവ യുദ്ധമായിട്ട് സ്വന്തം കുടുംബത്തിലെ കഥ തന്നെ ഭഗവാൻ പറഞ്ഞു, അതാണ്ടായത്. അപ്പോൾ അതൊക്കെ തെറ്റാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി നമ്മൾ, അത്രയേ ഉള്ളൂ. ആ വിസ്താരങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിലത്തെ തത്വങ്ങൾ മാത്രം എടുക്കുകയാണെന്ന് വെച്ചാൽ അതാണ് ഭാഗവതം. അതിൽ ചില സൂചന പോലെ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഓരോ കഥകളും ഓരോ തത്വങ്ങളാണ്. ഓരോ കഥകൾ പറയുമ്പോഴും അനവധി ഈ തത്വങ്ങളെ നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ നല്ലോണം മനസ്സിലാക്കിയാലേ അത് മുഴുവൻ കിട്ടുള്ളൂ. ഭഗവാൻ പറയുകയാണ്, ഞാൻ ആ താമരയിൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമി, ബ്രഹ്മാണ്ടത്തെ 3 ലോകമായിട്ട് ആദ്യം കൽപ്പിച്ചു. ഭൂമി, സ്വർഗം, പാതാളം. ഊർധ്വലോകമായിട്ട് സ്വർഗവും അധോലോകമായിട്ട് പാതാളവും. ഭൂമിക്ക് താഴെ 7 ലോകവും ഭൂമിയും മുകളിലുള്ള ലോകങ്ങളും കൂടി 7, അങ്ങനെ 14 ലോകങ്ങളെ കൽപ്പിച്ചു എന്നാണ്. കൽപ്പിച്ചു മൂലോകം ഈരേഴു ലോകമായി, ഭൂമി നടുവിലും മോളിൽ ദ്യുലോകവും, സ്വർഗം മഹർജന പിന്നെ തപസത്യം, ഊർധ്വലോകങ്ങളായി 7 ലോകങ്ങളെ, താഴെ അതല വിതല സുതലവും പിന്നെ തലാതലം, താഴെ മഹാതലം, താഴെ രസാതലം, പിന്നെ പാതാളവും, കൽപ്പിച്ച അധോലോകം ദൈത്യ നാഗർക്കിവ, ശ്രീമുഖം തന്നിൽ നിന്നുണ്ടായി വിപ്രനും, ക്ഷത്രിയൻ കൈകളിൽ ഊരുവിൽ വൈശ്യനും, പാദത്തിൽ ശൂദ്രനും ഉണ്ടായി സേവകൻ, കൽപ്പിച്ച അധോലോകം ഭൂമിയും പാദമായി. അന്തരീക്ഷം നാഭി സ്വർഗം ഹൃദയവും, മാറ് മഹർലോകം, കണ്ഠം ജനലോകം, 2 സ്തനം തപോലോകമായി കാണണം, കണ്ടു വിരാട്ടിൽ തല സത്യലോകമായി, കണ്ടു അതലം അരക്കെട്ട് വിശ്വനിൽ, ഊരു വിതലം സുതലമായി മുട്ടുകൾ, പിന്നെ കണങ്കാൽ തലാതല ലോകവും, കാൽ ഞെരിയാണി മഹാതല ലോകവും, കാലിൻ പുറവടി തന്നിൽ രസാതലം, പാതാളം ഉള്ളംകാൽ നിശ്ചയിച്ചിങ്ങനെ. ഇങ്ങനെ വിസ്തരിച്ച് 14 ലോകങ്ങളെയും പറഞ്ഞു. അതേപോലെ വർണ്ണാശ്രമധർമ്മങ്ങൾ
ഭഗവാന്റെ മുഖത്തു നിന്നാണ് ബ്രാഹ്മണരുണ്ടായത്, കൈകളിൽ നിന്നുണ്ടായത് ക്ഷത്രിയൻ. പാലനകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അഷ്ടദിക്പാലകന്മാർ മുഴുവൻ ഈ രാജാവിൻ്റെ ശരീരങ്ങളിലുണ്ട്, അംഗങ്ങളിലുണ്ട്. ഈ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള വൈശ്യൻ അത് ഊരുവിൽ നിന്നാണ് ഉണ്ടായത്. പാദത്തിലാണ് ശൂദ്രൻ, സേവകൻ എന്നുള്ള നിലയ്ക്കുണ്ടായത്. ഇങ്ങനെ ഓരോന്നും പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടാണ് 14 ലോകങ്ങളും 12 അവയവങ്ങളിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മാവ് അതിനെ ഒരു ഈ അധ്യായം കൊണ്ട് നിർത്തുകയാണ്. എന്താണ്? ബ്രഹ്മാവ് സ്ഥാനമായി കണ്ടു വസിക്കുവാൻ ദേഹാനുസാരം വിരാട്ടിൽ പലവിധം. ഇങ്ങനെ പറഞ്ഞ അധ്യായം അവസാനിപ്പിക്കുന്നു. സ്കന്ധം 2 അധ്യായം 5 സമാപ്തം. ഇനി ഉണ്ടായ കാര്യങ്ങളെയാണ്, ബ്രഹ്മാവിനാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അതിൻ്റെ അടുത്ത അധ്യായത്തിൽ അവതാരാദി കാര്യങ്ങളെ പറയണം. നമുക്കത് കൃഷ്ണലീല ലേശാധികവും പറയണം. നമുക്കത് കേൾക്കാം. ഭാഗവതത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും ഇത് കേൾക്കണമെന്നും ഷെയർ ചെയ്യണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒരു ബെൽ ബട്ടൺ അടിക്കണം എന്നും. അപ്പോൾ ഇതിങ്ങനെ വരുന്നത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഭാഗവതത്തിൻ്റെ ഏറെക്കുറെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനത് ചുരുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു സപ്താഹത്തിന് പോകുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതിലിരിക്കുമ്പോൾ അത് കേൾക്കാൻ സാധിക്കും. അത് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ.